അക്കൂസിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടാണ് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി. എനിക്കിങ്ങനെ എപ്പോഴും അടുക്കള നിൽക്കുന്ന അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് ജോലിയെല്ലാം തീർക്കും. അന്നേരം ഞാനിങ്ങനെ വിചാരിച്ച സോയാബീൻ കറി ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് കൊഞ്ചിരിപ്പുണ്ടായിരുന്നേ, ഉണക്കക്കൊഞ്ച്. അത് വെച്ചിട്ടൊരു ചമ്മന്തിപ്പൊടി ഇല്ലേ, അതുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അന്നേരം തേങ്ങ വറുത്ത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം കൊച്ചുള്ളിയും കുറച്ച് വറ്റൽമുളകില്ലേ, അതും കൂടെ ഞാനൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കുവാണ്. കൊച്ചുള്ളി ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ അടുത്ത അടുപ്പയിലോട്ട് തന്നെ കൊഞ്ചില്ലേ, അതും കൂടെ ഒന്ന് വറുത്തെടുക്കുവാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊഞ്ചാണ്. പെട്ടെന്ന് കൊഞ്ച് ചമ്മന്തിപ്പൊടി തിന്നാനൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി. എനിക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ചോറുണ്ണാൻ അതും മതി കേട്ടോ. എന്നിട്ട് ഞാനാണെങ്കിൽ ആ തേങ്ങ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടല്ലോ, അതും കൂടെ ഒന്ന് വറക്കുവാണ്. വറക്കുമെന്ന് വെച്ചാൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. വീട്ടിൽ നിന്ന് ഓൾറെഡി അത് വറുത്താണല്ലോ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ കുറച്ച് പുളിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, ഉപ്പും ഇട്ട്, പിന്നെ കൊഞ്ചും കൂടി ഇട്ടിട്ട്, മറ്റേ ഉള്ളിയും പച്ചമുളകും ഇല്ലേ, വറ്റൽമുളക്, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സോയാബീനും കറി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ആ ഉള്ളിയും കൂടെ ഒന്ന് വാടാൻ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മസാലപ്പൊടി ഒന്നും ഇടത്തില്ല കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മറ്റേ ഗരം മസാലപ്പൊടി ഇല്ലേ വീട്ടിലുണ്ടാക്കി, അതും കൂടെ ഇടത്തോളെ. പിന്നെ പുഴുങ്ങി വെച്ചിരുന്ന സോയാബീൻ ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുവേ. പിന്നെ കുറച്ച് മുന്നേ മാറ്റി വെച്ച കൊഞ്ചില്ലേ, അത് ആറി വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ തന്നെ മതി ചോറുണ്ടാകും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അതെല്ലാം പൊടിച്ച് ഒരു ഡപ്പയ്ക്കകത്തിട്ട് അടച്ചു വെക്കാം. നമുക്ക് കുറേ നാളെ ചോറിൻ്റെ കൂടെ കറിയായിട്ട് എടുക്കാമല്ലോ. അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് തൈരോട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കുഞ്ഞിനാണെങ്കിൽ കറിക്കൊക്കെ കുറച്ച് എരിവാന്ന് പറയുമ്പോൾ ഈ തൈര് കൊടുക്കുമ്പോൾ അവനും കഴിച്ചോളുവേ. നേരത്തേക്ക് പിന്നെ കുഞ്ഞിനെ സ്കൂളിൽ വിളിക്കാൻ പോയി, വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ചോറ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ചോറിനുവാണ്. അന്നേരം കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇന്നലത്തെ ആയിരുന്നു കേട്ടോ. അന്നേരം അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അന്നേരം ഇത്രയൊക്കെയായിരുന്നു ഇന്ന് ഉച്ചയോണം ഉണ്ടായിരുന്നതും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.